മലയാളത്തിന്റെ ഭാവഗായകന് K7 കേരളത്തിന്റെ ബാഷ്പാഞ്ജലി. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. 1000 ഗാനങ്ങളാൽ മലയാള മനസ്സിനെ പിടിച്ചുകുലുക്കിയ ഭാവഗായകൻ, മെലഡി ഗാനങ്ങളാൽ ഓരോരുത്തരുടെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്ത് വിതച്ച ഗായകൻ. 5 പതിറ്റാണ്ടുകൊണ്ട് പാടിയത് 1000ഓളം ഗാനങ്ങൾ. ഭാഷയുടെ അതിര് ഭേദിച്ചു ആ ശബ്ദം ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ചു. റാസാത്തി ഒന്നെ കാണാതെ നെഞ്ച് എന്ന തമിഴ് ഗാനത്തോടുകൂടി തമിഴ് ജനത തങ്ങളുടെ നെഞ്ചോട് ചേർത്തി ആ ഗായകനെ. 1965 പുറത്തിറങ്ങിയ കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രത്തിലെ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനത്തിലൂടെയായിരുന്നു ഭാവഗായകന്റെ സിനിമാ അരങ്ങേറ്റം. ആ ചിത്രം പുറത്തു വരുന്നതിന് മുമ്പ് ദേവരാജൻ പി ഭാസ്കരന്റെ കൂട്ടുകെട്ടിൽ പിറന്ന മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ജയചന്ദ്രനെ തേടിയെത്തി. ഈ ഗാനം മലയാള സിനിമ സംഗീത ലോകത്ത് ജയചന്ദ്രന് സ്വന്തമായ ഒരു ഇരിപ്പിടം നൽകി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോട്ടി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. പിന്നീട് അനുരാഗ ഗാനം പോലെ കരിമുകൾ കാട്ടിലെ ശിശിരകാല മേഘമിഥുന, പൂവേ പൂവേ പാലപ്പൂവേ, പൊന്നുഷസെന്നും, തേരിറങ്ങും മുകിലെ, സ്വയംവര ചന്ദ്രികെ, ഓലഞ്ഞാലിക്കുരുവി, പൊടിമീശ മുളയ്ക്കുന്ന കാലം എന്നിങ്ങനെ ഒട്ടേറെ ഗാനങ്ങൾ. 1965 ആരംഭിച്ച ഗാനജീവിതം ഒടുവിൽ അവസാനിച്ചത് 2019 പുറത്തിറങ്ങിയ അതിരൻ എന്ന സിനിമയിലെ ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ എന്ന ഗാനത്തോടു കൂടിയാണ്. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം, ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാം. നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കുരിരുള്. ഏതൊരു സാധാരണക്കാരന്റെ വികാരങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ഒഴുകിയെത്തി. മനസ്സിൽ പ്രണയം പൂത്തപ്പോഴും വിരഹം പെയ്തിറങ്ങിയപ്പോഴും തീരാ നോവിൽ ആടിയുലഞ്ഞപ്പോഴും ആ ശബ്ദ സാന്നിധ്യം സിനിമാ സംഗീത ലോകത്തുണ്ടായിരുന്നു. 1944 മാർച്ച് 3 സംഗീതജ്ഞനായ തൃപ്പൂണിത്തറ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെ 3ാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രൻകുട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചു. പിന്നീട് കുടുംബം തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി. കഥകളി, മൃദംഗം, ചെണ്ടവായന, പൂരം, പാഠകം, ചാക്യാർകൂത്ത് എന്നിവയോടെല്ലാം കമ്പമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, കന്നഡ, തെലുങ്കു, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി 15,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്, അന്നാ വഴിവരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്, അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പി എ ബക്കർ സംവിധാനം ചെയ്ത നാരായണ ഗുരു എന്ന സിനിമയിൽ
ജി ദേവരാജൻ ഈണം പകർന്ന ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള ആദ്യ ദേശീയ പുരസ്കാരം ലഭിച്ചു. മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണ പി ജയചന്ദ്രനെ തേടിയെത്തി. തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ 1997 തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡിന് അർഹനായി. സംഗീതത്തിന് പുറമെ സിനിമാ അഭിനയത്തിലും ജയചന്ദ്രൻ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഹരിഹരന്റെ നഖശതങ്ങൾ, ഒ രാമദാസിന്റെ കൃഷ്ണപരുന്ത്, വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്നീ സിനിമകളിലും സംഗീത ആൽബങ്ങളിലും പി ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട്. ആസ്വാദന ഹൃദയങ്ങളിൽ ഒരിക്കലും മായാതിരിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചവരാണ് കലാകാരന്മാർ. ഓരോ ഗാനത്തിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച ആ ഗായകൻ മടങ്ങുകയാണ്. ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ. ഓക്കെ. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ജയചന്ദ്രൻ എന്ന ഗായകനും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും ഓരോ സംഗീത പ്രേമിയുടെ മനസ്സിൽ മായാതെ മറക്കാതെ നിലകൊള്ളും. മലയാളം കണ്ട എക്കാലത്തെയും വലിയ ഭാവഗായകന് K7 കേരളത്തിന്റെ ആദരാഞ്ജലികൾ.